മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സുരക്ഷാ ജോലിക്കായി കേരള പോലീസിന് അനുവദിച്ച ഒരു പുതിയ സ്പീഡ് ബോട്ടുണ്ട്. ഈ സ്പീഡ് ബോട്ട് 2 മാസമായി കട്ടപ്പുറത്താണ്. ബോട്ടിൻ്റെ വില 39 ലക്ഷം രൂപ. ഇതുവരെ ഈ ബോട്ട് നിർമ്മിച്ച കമ്പനിക്ക് പൈസ പോലീസ് കൊടുത്തിട്ടില്ല. ഇതോടെ ബോട്ടിൻ്റെ സർവീസിംഗ് നടത്താൻ കമ്പനി വിസമ്മതിച്ചു. പുതിയ ബോട്ട് കട്ടപ്പുറത്തായി കരയ്ക്കായി പോയി. രാഹുൽ വിജയൻ ഈ വാർത്തയുടെ ഈ ബോട്ടിൻ്റെ അകാല മരണം എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡിലേ ആയി കിടക്കുകയാണ്. രാഹുൽ വിജയൻ കട്ടപ്പന നിശ്ചരിയാണ് കട്ടപ്പുറത്തായ ബോട്ടിൻ്റെ കഥയുമായി. രാഹുൽ വിജയൻ, ശരിക്കും ഈ എന്നാണ് ഈ ബോട്ട് ഇറങ്ങിയത്? SKN 2024 ഒക്ടോബർ 4-ാം തീയതിയാണ് ഈ ബോട്ട് സർവീസ് തുടങ്ങിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, ഈ മുല്ലപ്പെരിയാർ അതീവ സുരക്ഷാ മേഖലയാണ്. മുല്ലപ്പെരിയാറിൽ മാത്രം ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, അവിടെ ഒരു DYSP ഉണ്ട്, CI ഉണ്ട്, SI ഉണ്ട്, മറ്റ് പോലീസ് കാരുണ്ട്. ഇവർക്കൊക്കെ ഈ ഡാമിലേക്ക് തേക്കടി ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ ബോട്ട് സർവീസ് തുടങ്ങിയത്. നേരത്തെ ഒരു 2 ബോട്ട് ഉണ്ടായിരുന്നു. അതിലൊരെണ്ണം കാലപ്പഴക്കം കാരണം സർവീസ് പൂർണ്ണമായിട്ടും അവസാനിപ്പിച്ചു. മറ്റൊന്നിൽ സുരക്ഷാ കാരണങ്ങൾ കാരണം 9 പോലീസുകാർക്ക് മാത്രമേ സഞ്ചരിക്കാൻ കഴിയൂ. അങ്ങനെയാണ് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് സർക്കാർ ഒരു പുതിയ ബോട്ട് വാങ്ങാൻ വേണ്ടി അനുമതി കൊടുത്തത്. അതിൽ 15 പേർക്ക് സഞ്ചരിക്കാൻ, മാത്രമല്ല അരമണിക്കൂർ കൊണ്ട് തേക്കടി ബോട്ട് ലാൻഡിങ്ങിൽ നിന്ന് മുല്ലപ്പെരിയാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്താനും കഴിയും. 150 HP പവറുള്ള ബോട്ടായിരുന്നു, സ്പീഡ് ബോട്ടാണ് വാങ്ങുകയും ചെയ്തത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പൂനെ ആസ്ഥാനമായി നിർമ്മിച്ച സണ്ണി ബോട്ട്സ് എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ബോട്ട് നിർമ്മിച്ചത്. ഈ കമ്പനിക്ക് 39 ലക്ഷം രൂപ ടെൻഡർ കൊടുത്താണ് ഈ ബോട്ട് നിർമ്മിക്കുന്നത്. പക്ഷേ 1 രൂപ പോലും ആ കമ്പനിക്ക് ഇന്നേ വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2024 ഫെബ്രുവരി മാസത്തിലാണ് ഈ ബോട്ട് തേക്കടിയിലേക്ക് എത്തുന്നത്. അതിനുശേഷം ഒരു 6 മാസം അത് വെറുതെ കിടന്നു. അതിനുശേഷമാണ് ഒക്ടോബറിൽ ജില്ലാ പോലീസ് മേധാവി TK വിഷ്ണുപ്രദീപ് ഇതിന്റെ ഉദ്ഘാടനം നടത്തി സർവീസ് ആരംഭിക്കുന്നത്. പക്ഷേ 20 മണിക്കൂർ ഓടി കഴിയുമ്പോഴത്തേക്കും ഈ ബോട്ട് ഒരു അറ്റകുറ്റപ്പണി, അതായത് വീണ്ടും ഒരു സർവീസ്, നമ്മുടെ ഈ കാറൊക്കെ സർവീസ് നടത്തുന്ന പോലെ ഒരു സർവീസ് നടത്തേണ്ടതുണ്ട്. പക്ഷേ അത് നടത്താൻ ഈ ബോട്ട് നിർമ്മിച്ച കമ്പനി തയ്യാറായിട്ടില്ല. പൈസ തരാതെ ഒരു സർവീസ് നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് ബോട്ട് കമ്പനി അറിയിച്ചിരിക്കുന്നത്. മറ്റേതെങ്കിലും കമ്പനികളെ കൊണ്ട് ഈ ബോട്ട് സർവീസ് ചെയ്യുകയാണ് എങ്കിൽ അതിനേതെങ്കിലും വിധത്തിലുള്ള തകരാറുകൾ സംഭവിച്ചാൽ കമ്പനിക്ക് യാതൊരു വിധത്തിലുള്ള ഉത്തരവാദിത്വം ഉണ്ടായിരിക്കില്ല എന്നുകൂടി ഈ ബോട്ട് നിർമ്മിച്ച കമ്പനി പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ ബുദ്ധിമുട്ടിൽ ഈ ബോട്ടിന്റെ സർവീസ് മുല്ലപ്പെരിയാർ പോലീസിന് അവസാനിപ്പിക്കേണ്ടി വന്നു. തേക്കടി ബോട്ട് ലാൻഡിങ്ങിൽ ഇങ്ങനെ കരക്കടുപ്പിച്ചിട്ടിരിക്കുകയാണ് നിലവിൽ പോലീസിന്റെ ഈ അതിവേഗത്തിലോടുന്ന പുതിയ ബോട്ട്. SKN. ഓക്കെ രാഹുൽ വിജയൻ. സജീവ് ശ്രീരാജ് പറഞ്ഞു, നേതാക്കൾ അവരവരുടെ കാര്യം മാത്രം നോക്കുന്ന കാലമാണ്. ശരിയാണ്. മാത്രമല്ല, പല നേതാക്കന്മാർക്കും ഏറ്റവും എളുപ്പം അത്യാവശ്യം പണം ഉണ്ടാക്കണമെന്നൊക്കെ ഒരുപാട് താല്പര്യം വന്നു. പല ആളുകൾക്കും അതുപോലെ പാർലമെൻ്ററി വ്യാമോഹങ്ങൾ വന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ വോട്ട് ചോദിച്ചു വരുന്ന കാലത്ത് നമുക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യങ്ങളാണ്. പക്ഷേ എത്ര പേർ ചോദിക്കുന്നു എന്നുള്ളത് എനിക്കറിയില്ല.